Dear students, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഓർ ഐഡിയൽ പ്രൊജക്ട് റിപ്പോർട്ട്. ഒരു നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ട് ആവണമെങ്കിൽ അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആവശ്യമാണ്? ഫസ്റ്റ് വൺ ഈസ് the project report should be prepared with the help of an expert team. ബാങ്കുകളിലേക്കും മറ്റ് സാങ്ഷനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും നല്ലൊരു എക്സ്പേർട്ട് ടീം തന്നെയായിരിക്കണം ഈ പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത്. DICയുടെ ഫങ്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. DIC സ്ഥാപനങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പറേഷന് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ടെന്നും മാത്രമല്ല ഇതിന് ആവശ്യമായിട്ടുള്ള കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ an expert team should prepare the project report based on proper survey and systematic preliminary survey. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് വെറുതെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് പ്രോപ്പറായി സർവേ നടത്തി അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രൊജക്ട് ചെയ്യുന്നത്. പ്രൊജക്ട് റിപ്പോർട്ട് ഈസ് ദ മീൻസ് ആൻഡ് നോട്ട് ദ എൻഡ്. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ ഏറ്റവും എൻഡ് അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് എങ്ങനെ പോകണം എന്നതിന്റെ ഒരു റോഡ് മാപ്പ്, ഒരു റൂട്ട് മാപ്പ് എന്നുള്ള രീതിയിലാണ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് സക്സസ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഇത് എന്തല്ല, ഇറ്റ് ഈസ് മീൻസ് ആൻഡ് നോട്ട് ദ എൻഡ്. ഓക്കെ, after considering various factors, product demand, capital resource, raw material availability, labor resources, etc. must be estimated properly after considering varied factors. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം, ക്യാപിറ്റലിന്റെ ഉറവിടം ഇവിടെ നിന്ന് കണ്ടെത്തണം, റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി, ലേബേഴ്സിന്റെ അവൈലബിലിറ്റി, ഇതൊക്കെ ഭംഗിയായാലാണ് പ്രൊജക്ട് നന്നാവുള്ളൂ. അപ്പൊ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. തറോ ഡിസ്കഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ഏതൊരു പ്രൊജക്ട് തുടങ്ങുമ്പോഴും ഓരോ മേഖലയിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരുമായിട്ട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് വേരിയസ് പേഴ്സണൽ ഓഫ് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സ് മസ്റ്റ് ബി ഫൈനലൈസ് ദ പ്രൊജക്ട്. അപ്പൊ ഓരോ കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അതിന് ഫിനാൻസിന്റെ ആയാലും റോ മെറ്റീരിയൽ എല്ലാത്തിനും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുമായിട്ടൊക്കെ സഹകരിച്ച് അവരുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ the end result should be to receive finance and to get the project implemented. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നടത്തുന്നത്? നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം ലഭിക്കുന്നതിനും നല്ല രീതിയിൽ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുമായിരിക്കണം. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അവൈലബിൾ ആകണം. ആർക്കൊക്കെ? കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ എന്റർപ്രണർ പ്രൊമോട്ടർ ഷുഡ് ബി എൻഷുർഡ് ബിഫോർ ദ പ്രൊജക്ട് ഈസ് സബ്മിറ്റഡ് ടു ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദ പ്രൊജക്ട് റിപ്പോർട്ട് ഷുഡ് ബി പ്രിസൈസ്, ആക്യുറേറ്റ് ആൻഡ് സ്പെസിഫിക്. കറക്റ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ദ കണ്ടന്റ് ഓഫ് ദ പ്രൊജക്ട് റിപ്പോർട്ട് ഷുഡ് ബി ഇൻ ലോജിക്കൽ സീക്വൻസ്. ഓരോ പ്രൊജക്ട് നിങ്ങൾ ആ കണ്ടന്റ് മനസ്സിലാക്കി എന്ന് വിചാരിക്കണം, എല്ലാം വ്യക്തമായി നല്ല ലോജിക്കൽ സീക്വൻസോട് കൂടി ആയിരിക്കണം ചെയ്തിരിക്കേണ്ടത്. ചെറിയൊരു ടോപ്പിക്കും കൂടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഒരു നല്ലൊരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ്. പ്രോപ്പർ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ പ്രോപ്പർ ആയിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കറക്റ്റ് ടൈമിംഗ് ആയിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ആക്യുറേറ്റ് ആയിരിക്കണം, റെലവന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ റെലവന്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ യാതൊരു രീതിയിൽ കൺഫ്യൂസിങ്ങോ അല്ലെങ്കിൽ യാതൊരു രീതിയിൽ വേസ്റ്റേജോ ഒന്നും സംഭവിക്കാതെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ ക്ലാരിറ്റി, വ്യക്തത ഉണ്ടായിരിക്കണം. അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ബ്രിവിറ്റി ഉണ്ടായിരിക്കണം. അതായത്
long reports are very difficult to analyze. Hence, the report should be brief. അതാണ് brevity എന്ന്. അതായത് വളരെ വലിച്ചു വാരി അങ്ങോട്ട് എഴുതേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ടന്റ് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ബ്രീഫ് ആയിട്ട് വേണം കൊടുക്കാൻ. It should not contain irrelevant minor details. It is meantime all important major issues should be included. വെറുതെ വലിച്ചുവാരി കുറെ എഴുതണ്ട, എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തും വേണം. എന്നാൽ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ ഇതിൽ കാണിക്കേണ്ട കാര്യമില്ല, അത് കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കണം, ഓരോന്നിനും ഓരോ ടൈമിംഗ് ഒക്കെ. അതുപോലെ ഫാക്ച്വൽ ഇൻഫർമേഷൻസ്, കറക്റ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇനി ഇതിലൊരു മെത്തേഡ്സ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന ടെക്സ്റ്റ് കാണുന്നുണ്ട്, നിങ്ങൾ പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നു എന്നതിനെയാണ്. റിട്ടൺ ആയിട്ടും ഗ്രാഫിക് ആയിട്ടും ഓറൽ ആയിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.